രാസവസ്തുക്കളുടെ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ലാതെ പരിസ്ഥിതി സൗഹാർദ്ദവും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഒരുപോലെ ഗുണകരമായ ആർത്തവ കപ്പുകൾ ഇന്ന് ശ്രദ്ധ നേടി വരുന്നു. യാത്രാവേളകളിൽ പോലും വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. മറ്റ് പാഡുകൾ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഇത് സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും കൂടുതൽ ഫലപ്രദമായ എന്നാണ്. ഞാനും ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകളിൽ ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് അവരിൽ ഇത് ഉപയോഗിക്കാനുള്ള മടി കാണിക്കുന്നത്. കപ്പ് ഉപയോഗിക്കുന്നതിന് മുൻപ് കപ്പ് അണുവിമുക്തമാക്കുക. അതിനായി 3 മുതൽ 5 മിനിറ്റ് വരെ തിളയ്ക്കുന്ന വെള്ളത്തിൽ കപ്പിടുക. പലതരത്തിൽ സിംഗിൾ കപ്പിനെ ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി സി ഫോൾഡ്, പഞ്ച് ഫോൾഡ്, 7 ഫോൾഡ് മുതലായവ. കൃത്യമായി ഉള്ളിൽ പ്രവേശിപ്പിച്ചാൽ കപ്പിന് യാതൊരു വിധത്തിലുള്ള ചോർച്ചയോ വീണുപോകാനുള്ള സാധ്യതയോ ഇല്ല. വായുശൂന്യ പ്രദേശം സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ആർത്തവ രക്തം വായുവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ദുർഗന്ധവും ഉണ്ടാകുന്നില്ല. കപ്പ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീരീഡ് ടൈം ആണെന്ന് പോലും എനിക്ക് തോന്നാറില്ല. നമ്മുടെ ശരീരത്തിൽ ഇത് ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കംഫർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ ഉപയോഗിക്കാനും പറ്റിയ പാടിനേക്കാളും 100 ഇരട്ടി നല്ലൊരു ആശയമാണിത്. കപ്പ് പുറത്തെടുക്കുന്നതിനായി എയർലോക്ക് നീക്കേണ്ടത് അത്യാവശ്യമാണ്. 2 വിരൽ യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് കപ്പിന്റെ അഗ്രഭാഗത്ത് അമർത്തുക. അപ്പോൾ എയർലോക്ക് നീക്കപ്പെടും. കപ്പ് പുറത്തെടുത്ത് വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരിതും എല്ലാം കൊണ്ടും കൊറോണ സമയത്ത് ഈ കപ്പ് ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരുന്നു. ഉപയോഗത്തിനു ശേഷം കപ്പുകൾ വീണ്ടും തിളച്ച വെള്ളത്തിൽ 3 മുതൽ 5 മിനിറ്റ് വരെ അണുവിമുക്തമാക്കുക. അതിനുശേഷം വൃത്തിയായി തുടച്ച് സിംഗിൾ കപ്പിനൊപ്പം ലഭിക്കുന്ന ഒറിജിനൽ കോട്ടൺ ബാഗിൽ സൂക്ഷിക്കുക.